ഒരു ഡയറി ഫാമിൻ്റെ ഉള്ളിലേക്കാണ് കടന്നിരിക്കുന്നത്. ഖത്തറിൻ്റെ നോർത്തിലെ ബലദ്ന ഫാം. ഇപ്പോഴും ഒരു പശു വളർത്തൽ കേന്ദ്രത്തിലാണെന്നുള്ള തോന്നലുണ്ടാവുന്നില്ല. കാരണം സ്മെല്ലോ അല്ലെങ്കിൽ അതുപോലെയുള്ള യാതൊരു ലക്ഷണങ്ങളും ഇവിടെയില്ല. അപ്പോൾ ആദ്യം പശുക്കളെ കാണാം. നേരെ വിസിറ്റേഴ്സ് ഹാളിലേക്ക് പോവാം. പശുക്കളെ കണ്ടു മടങ്ങി വരാം. എന്നിട്ട് പറയാം ഫാമിൻ്റെ ചരിത്രം. ഈ സമയത്തെത്താൻ ശ്രമിക്കുക. പശുക്കളെ കറക്കുന്ന സമയമാണ്. അതും ഒരു കാഴ്ച തന്നെയാണ്. ഒരു ട്രഡീഷണൽ ഫാം ഹൗസിൻ്റെ തീമിലാണ് വിസിറ്റേഴ്സ് ഹാൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു ചെറിയ മ്യൂസിയം കൂടിയാണ്. ഫാമിലെ പണിയായുധങ്ങളെ അങ്ങനെ പല കാര്യങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും പ്രൊഡക്ഷൻ്റെ വിവിധ ഘട്ടങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇവിടെ കാട്ടിയിട്ടുണ്ട്. അത് റോട്ടറി മിൽക്കിംഗ് പാർലർ. 100 പശുക്കളെ ഒരേ സമയം കറക്കുന്നതിനുള്ളൊരു സെറ്റപ്പാണത്. കറവയ്ക്ക് ശേഷം കറവയന്ത്രം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിസ്കണക്റ്റ് ആവും. അടുത്ത പശുവിന് മുമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് അണുവിമുക്തമാക്കപ്പെടുകയും ചെയ്യും. പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെ എങ്ങനെ പോസിറ്റീവായി മാറ്റാമെന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ ഫാം. 2017 മിഡിൽ ഈസ്റ്റ് ക്രൈസിസിൽ പാലുൽപ്പന്നങ്ങളിൽ എങ്ങനെ സ്വയം പര്യാപ്തത കൈവരിക്കാമെന്ന ഖത്തറിൻ്റെ ചിന്തയിൽ നിന്നാണ് ഈ ഫാം ഉണ്ടാകുന്നത്. പെട്ടെന്ന് തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഷിപ്പിലും പ്ലെയിനിലും ഒക്കെ പശുക്കളെ എത്തിച്ച ഫാം ആരംഭിച്ചു. ഈ ഫാമിനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി ഡെവലപ്പ് ചെയ്യാനുള്ള തീരുമാനവും അതിനൊപ്പം തന്നെ കൈയിലേർഹിക്കുന്ന ഒന്നാണ്. ഇന്നിത് ഖത്തറിലെ ഒരു പോപ്പുലർ പിക്നിക് ഡെസ്റ്റിനേഷനാണ്. അതുകൊണ്ട് തന്നെ ബലദ്ന പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റിങ്ങിലും ഇത് വളരെ നന്നായി സഹായിക്കുന്നു. ഇതിലൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് കൂടിയുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പറ്റിയ നല്ല റൈഡുകളുണ്ട്. അതുപോലെ ഒരു ചെറിയ സൂവും അതിലുണ്ട്. ബലദ്ന പാർക്കിലേക്കും വിസിറ്റേഴ്സ് ഗാലറിയിലേക്കുമുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ്. എന്നാൽ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പാസ് എടുക്കണം. അത് അതിൻ്റെ എൻട്രൻസിൽ നിന്നും വാങ്ങാൻ പറ്റും.
ഇനി ഫാം ഷോപ്പിലേക്കും റെസ്റ്റോറൻറ്റിലേക്കും ഒന്ന് പോയി നോക്കാം. ഫാം പ്രോഡക്ട്സ് ആണ് ഈ ഷോപ്പിൽ വിൽക്കുന്നത്. വിസിറ്റേഴ്സിന് അത് അവിടെ നിന്ന് വാങ്ങാം. ഇനി അറേബ്യൻ ഡിഷസിൻ്റെ രുചി അറിയണമെങ്കിൽ റെസ്റ്റോറൻറ്റും ഒന്ന് ട്രൈ ചെയ്യാം.